3 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 3 ആണ് കേട്ടോ. നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായാലും കട്ടായി പോയതാണ്. അപ്പോൾ എന്തായാലും പാർട്ട് 3 ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ പെയിന്റ്, ഈ ഒരു ട്രാക്ക് നമ്മൾ പെയിന്റിനൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഡെസ്ക് ഡെക്കോർ ആണ് അത്. പിന്നെ ഈ ഭാഗത്ത് എൻ്റെ പെയിന്റിങ് ബ്രഷും പിന്നെ പെൻസിൽസും അതുപോലെ തന്നെ മിനിയേച്ചർ ബുക്കൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഉണ്ടാക്കിയതാണ്. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം മഴ പെയ്തപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇത് നല്ല രസമാണ് കേട്ടോ. എൻ്റെ മിററാണ് ഗൈസ്, മിറർ സ്റ്റാൻഡും കൂടിയാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിയർ സംഭവമാണ്. അത് എന്താണെന്ന് എനിക്കല്ല, വാച്ച് മാമ കൊടുത്തയച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞ ഒരു ലൈറ്റാണ്. ഇതിപ്പോൾ കേടായി. പിന്നെ ഇത് നമ്മുടെ പെയിന്റിങ് പാലറ്റ് ആണ്. നമ്മൾ പാലറ്റ് ഒക്കെ ചെയ്യുന്ന പെയിന്റ് മിക്സ് ചെയ്യുന്ന ഇതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളത് അപ്പോൾ അടുത്ത സാധനം എന്നുള്ളത് ഇത് നമുക്ക് അയൺ ബോക്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. നെയിൽ ഐറ്റംസ്, ഫേക്ക് നെയിലാണ് കേട്ടോ. ഇത് നല്ല എസ്തറ്റിക് ആയിട്ടില്ലേ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെന്ന് പറയാനുള്ളത് നമ്മുടെ മിനി പേപ്പർ വേസ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഇതിലാണ് ഞാൻ കുഞ്ഞി വേസ്റ്റ് ഒക്കെ ഇടാറ്. അത് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയെന്ന് പറയാനുള്ളത് എൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. ഇത് രണ്ടും എൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു വാച്ചിൻ്റെ ബോക്സ് ആണ്. പക്ഷെ ഇതിപ്പോൾ എൻ്റെ ടാബിൻ്റെ പെന്നായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പേന, അങ്ങനെ സ്ക്രോൾ ചെയ്യണ പെന്ന്, അതിൻ്റെ ഒരു ബോക്സ് ആയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. പിന്നെന്ന് പറയണത് അപ്പോൾ ഇനി നമ്മൾ വെക്കണത് എൻ്റെ സ്കൂൾ ബോക്സസ് ആണ് കേട്ടോ. ഇതിൻ്റെ ബോക്സ് കളക്ഷൻസ് ആണ്. ഇത്രേ ഉള്ളൂ, വലിയ കളക്ഷൻ ഒന്നുമല്ല. ഇങ്ങനത്തെ കുറച്ച് ബോക്സസ് ആണ്. അത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മൈ ബോക്സ് കളക്ഷൻസ്. വലിയ ബോക്സ് കളക്ഷൻ ഒന്നുമില്ല, എന്നാലും വെച്ചെടുത്തു. അപ്പോൾ ആ ഒരു സൈഡ് എൻ്റെ ബോക്സ് കളക്ഷൻ ആണ്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു സ്പേസിൽ നമ്മൾ വെച്ചെടുക്കണം. ഈ ഒരു ഭാഗത്ത് ഞാൻ ബുക്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഡയറീസ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ജേർണലൊക്കെ ചെയ്യുന്ന ഡയറി ഉണ്ടല്ലോ, അത്രയും ഡയറീസ് ആണ്. ഇത് ഓരോ ടൈപ്പ് ഡയറി ആണ്. നല്ല വെയിറ്റ് ഉണ്ട്, കുറേ ഡയറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ടാണ് യൂസ് ചെയ്യണത്. ഒരെണ്ണം ജേർണലിന്, ഒരെണ്ണം ടു ഡു ലിസ്റ്റ്, ഒരെണ്ണം മൂഡ് ട്രാക്കർ, അങ്ങനെ ആയിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ ജേർണൽ ഡയറീസ് വെക്കാനാണ്. ഇനിയെന്ന് പറയുന്ന സാധനം ഇത് ഗ്ലൂ ഹോൾഡർ ആണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ 2 ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മിറർ ഹോൾഡർ, ഇത് ഗ്ലൂ ഹോൾഡർ. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലൂ ഐറ്റംസ് ആണ് വെക്കുന്നത്. ഇതിൽ സ്റ്റിക്ക് ഗ്ലൂ, നോർമൽ ഗ്ലൂ, അതുപോലെ തന്നെ ഗ്ലൂ സ്റ്റിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇവിടെ ആയിട്ടാണ് വെച്ചെടുക്കുന്നത്. പിന്നെന്ന് പറയാൻ നമ്മുടെ ഈ ഒരു ഡെസ്ക് ഡെക്കോർ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡെസ്ക് ഡെക്കോർ നമ്മൾ ഭംഗിയായിട്ട് ഈ ഒരു സൈഡിൽ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ട് കുഞ്ഞി ഡയറീസ് ആണ് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞി നോട്ടൊക്കെ എഴുതാൻ പറ്റിയ കുഞ്ഞി ഐറ്റംസ് ഡയറീസ് ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കുറേ കുഞ്ഞി ഡയറീസ് ഒക്കെ ഉണ്ട്. ഇത് ഡയറി സെറ്റ്സ് ആണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഡയറീസ് ഒക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതും പിന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ടാണ് കേട്ടോ. സ്റ്റിക്കി നോട്ട് 4 കളറിലെ സ്റ്റിക്കി നോട്ട് ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, കാണാത്തവരെല്ലാം പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്താണ് വെക്കുന്നത്. അത് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത്. ഈ ഒരു സ്റ്റിക്കി നോട്ടിനും അതിനും വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്ഷനാണിത്. അപ്പോൾ നമ്മൾ ഡെസ്ക് ഡെക്കോർ ഇവിടെ സേഫായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ കേട്ടോ. ഇച്ചിരി ഐറ്റംസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു അടുത്ത വലിയ സാധനം കേട്ടോ. ഇത് വലുതൊന്നല്ലെങ്കിലും ഇത് അത്യാവശ്യം വലുതാണ്. വിച്ച് മീൻസ് ഇതിൽ ഞാൻ എൻ്റെ ഗീവ് അവേ ഐറ്റംസ് ആണ്. ഇത് 50 സബ്സ്ക്രൈബേഴ്സിൻ്റെ കൊടുത്തതിന് 150, 200 ഒക്കെ ആയിട്ടുള്ള ഓരോ പ്രൈസസ് ഒക്കെ ഉണ്ടല്ലോ. വിച്ച് മീൻസ് വ്യൂവേഴ്സ് ഗിഫ്റ്റ്, പിന്നെ ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റ്, അതൊക്കെ ഇതിലാണ് ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത്. June 9th ഞാൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. യെസ്, June 9th ഞാൻ ഇതെല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഗീവ് അവേ ബോക്സ് ആണ്. ഇത് ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഐറ്റം തന്നെയല്ലേ. അപ്പം ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു വേസ്റ്റ് ബോക്സ് ആണ്. ഇതൊന്നും ഞാനിങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിടുന്ന ആ ഒരു പേപ്പറൊക്കെ കിട്ടിയിടുന്ന ഒരു വേസ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു സൈഡിൽ അങ്ങനെ ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ഗേളാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി എന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മറ്റേ ജ്വല്ലറി ബോക്സ് ആണ്. ഇതിലാണ് ഞാൻ ഇയറിങ്സ്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് ഇയറിങ്സ്, ഹോം മെയ്ഡ് ബ്രേസ്ലെറ്റ്സ് അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിലാണ് ഞാൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കിറ്റ് നമ്മൾ ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ കേട്ടോ. കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റാണ്. ഇങ്ങനത്തെ കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയത്. ഞാൻ ഈ ഒരു ബാഗിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അച്ചാണ്. അച്ചിൻ്റെ ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് ഒറിജിനാലിറ്റിയുടെ ആ ഒരു ലുക്കും വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ഞാൻ ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു സൈഡിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെന്ന് പറയാൻ ഒരു മഗ്ഗാണ് തന്നെ വെച്ചുകൊടുക്കുന്നത്. ഇതൊരു ഡെസ്ക് ഡെക്കോർ ആയിട്ടാണ് ഞാൻ മഗ്ഗ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മളൊരു നല്ല ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിലിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. അപ്പോൾ ഇനി എന്ന് പറയാനുള്ളത് വലിയ വലിയ ഐറ്റംസ് ഒന്നും ഇനി അധികം ഇല്ല. മെയിൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി വെച്ചു. എന്നിട്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 പൗച്ചസ് ആണ്. ഇത് രണ്ടും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതും ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ മുമ്പ് ഇട്ടതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയ ട്രാൻസ്പാരൻറ്റ് പൗച്ചാണ്. ഇത് വലിയ പൗച്ചൊന്നുമല്ല, സ്കെയിൽ പൗച്ചാണ് കേട്ടോ. സ്കെയിൽസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പൗച്ചാണ്. ഇത് എന്ന് പറഞ്ഞാൽ പെൻസിൽസ് പൗച്ചാണ്. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എല്ലാവരും കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ്, കോർണറിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് നമ്മുടെ വേറെ കുറച്ച് ഐറ്റം ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, എങ്കിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബ്ലാക്ക് ടീൻ എനിക്ക് വെറുതെ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കാൻ മൂഡ് വരാത്തതുകൊണ്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ അതൊരു ഡെസ്ക് ഡെക്കോർ ആയല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സുലേ. അപ്പോൾ ഇനി പറയുന്ന ഐറ്റം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വലിയ പാടൊന്നുമില്ല. ഇത് പേപ്പർ സോപ്പിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. വൈകാതെ തന്നെ ഇടാൻ പേടിക്കണ്ട. പിന്നെയെന്ന് പറയുന്നത് ഇതൊരു ഡെസ്ക് ഡെക്കോറാണ്. ഇത് നമ്മുടെ ക്രാഫ്റ്റ് ഡെസ്കിൽ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെയെന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഇവിടുത്തെ ഡെസ്ക് ഡെക്കോറാണ്. അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയത് ഒറിജിനൽ പൗച്ചിൻ്റെയാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. സത്യമായിട്ട് അതെ, കണ്ടാൽ തോന്നില്ല അല്ലേ. അത് നമ്മതാ ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഡെസ്കിനെ പിന്നെ എസ്തറ്റിക് ആക്കണമല്ലോ. പക്ഷെ ഇത് തന്നെ എസ്തറ്റിക് ആയിട്ടില്ല. ഇതൊരു പ്രീമിയം ലുക്ക്, എലഗൻറ്റ് ലുക്ക് ആയിട്ടേ ആയിട്ടുള്ളൂ. നമ്മൾ ആസ്തറ്റിക് ഒക്കെ ആക്കണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റിവന്യൂ വെച്ച് ആസ്തറ്റിക് റൂം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബുക്സ് ആണ്. ഇത് ടു ഡു ലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻ ബുക്കാണ്. ഇതൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഹോം മെയ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഗ്രിഡ് ലൈൻ പേപ്പേഴ്സ് ആണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ ടു ഡു ലിസ്റ്റിൻ്റെ ബുക്സ് ആണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ സ്റ്റിക്കി നോട്ട് വെച്ച് കൊടുത്തായിരുന്നു. ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ടേബിളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നില്ല, നമ്മുടെ ഡെസ്കിലല്ല, നമ്മൾ ക്രാഫ്റ്റ് ടേബിളിലാണ് വെക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഇത് കിട്ടിയപ്പോൾ നമ്മൾ അതിൽ പിസ്താഷ്യലും ബീച്ച് ചെയ്ത സ്റ്റെല്ലൊക്കെ ഇട്ട് വെച്ചൊരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ഡെസ്ക് ഡെക്കോറായിട്ട് ഇനി ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്? പിന്നെ ഇത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ഒപ്പം കിട്ടിയതാണ്. നമ്മളിത് നമ്മുടെ സ്കെയിൽ പൗച്ചിലാണ് വെച്ച് കൊടുക്കുന്നത്.